എല്ലാ പ്രേക്ഷകർക്കും ഋഷി ആയുർവേദ ജീവൻ രേഖയിലേക്ക് സ്വാഗതം. പ്രമേഹത്തെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ NK സെബാസ്റ്റ്യൻ ആണ്. ഡോക്ടറിനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യും. ഡോക്ടർ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രമേഹത്തെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് പ്രേക്ഷകരുടെ മെയിലിലൂടെ ഡോക്ടർ നമുക്ക് വ്യക്തമായ റിപ്ലൈ ആണ് തന്നിരിക്കുന്നത്. ധാരാളം നല്ല റെസ്പോൺസുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ധാരാളം നല്ല കോൾസ് വന്നിരുന്നു, മെയിൽസ് വന്നിരുന്നു. പ്രമേഹത്തെക്കുറിച്ച് സംശയങ്ങൾ വീണ്ടും അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കിയുള്ള പ്രമേഹത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാം. ഡോക്ടർ, ആദ്യമായി നമുക്ക് മെയിലിലേക്ക് കിടക്കാം. ഡോക്ടർ, ആദ്യത്തെ മെയിൽ അയച്ചിരിക്കുന്നത് തങ്കച്ചൻ എന്നൊരു പേഷ്യൻ്റാണ്. തങ്കച്ചൻ താമരശ്ശേരിയാണ് ആളുടെ വീട്. ഡയബറ്റീസ് തുടങ്ങിയിട്ട് നിയർലി 6 വർഷത്തോളമായി. ഷുഗർ ലെവൽ ഏകദേശം 230. പ്രധാന പ്രോബ്ലം എന്ന് വെച്ചാൽ മാറി മരുന്നുകൾ കഴിച്ചിട്ടും ആളുടെ ഷുഗർ ലെവൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ രാവിലെ ഇപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 230 ആണ് ഇപ്പോഴത്തെ ഫാസ്റ്റിംഗ് ലെവൽ. ചിലപ്പോൾ അത് തീരെ താഴ്ന്നു പോകുന്നുണ്ട് 60 ലെവലിലേക്ക്. അങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രമേഹത്തിൻ്റെതായ ഉറക്കക്കുറവ്, ദഹന പ്രശ്നങ്ങൾ, പുളിച്ചതായിട്ടുള്ളൊക്കെ ആയിട്ടുണ്ട്. ഭക്ഷണങ്ങൾ ഒരുവിധപ്പെട്ട ക്രമീകരണമൊക്കെ നടത്തിയിട്ടും ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്രമാത്രം മരുന്നുകൾ എടുത്തിട്ടും ഷുഗർ ലെവൽ കുറയാത്തതുകൊണ്ട് അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇൻസുലിൻ്റെ ഒരു സ്റ്റേജിലേക്ക് ഇൻസുലിൻ എടുക്കേണ്ട വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആൾക്ക് ഭയങ്കര പേടിയാണ് ഇൻസുലിൻ എടുക്കാൻ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി പറ്റുമോ എന്നാണ് ആളുടെ ചോദ്യം. ഇതുപോലെ ഫ്ലെക്സ് 10, 200, 300 മുകളിലോട്ടും കയറിയിട്ട് പെട്ടെന്ന് 90 താഴെ വരിക. ഒന്നുകിൽ ഗ്രാജുവലി വേണം, താഴെ ഗ്രാജുവലി കയറി വരുവാണ് ചെയ്യേണ്ടത്. അതിങ്ങനെ പെട്ടെന്ന് എത്താന്ന് പോകാം 10, 60, 50 ഒക്കെ ആവുകയാണെങ്കിൽ അപ്പോഴേ നമ്മളൊന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ടൈപ്പ് 1 ആകാനുള്ള സാധ്യത വളരെയാണ്. ടൈപ്പ് 2 ആണെങ്കിൽ 90, 120 അങ്ങനെ സ്റ്റെപ്പ് ബൈ ആയിട്ടായിരിക്കും കയറുന്നതും. അതുപോലെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ആയിരിക്കും 300 നിന്ന് 290 ഇങ്ങനെ കുറഞ്ഞ് 150 അങ്ങനെയാണ് കുറഞ്ഞു വരുന്നത്. ഇത് നമുക്ക് വളരെയധികം പേടിക്കുകയാണ്, ശരിക്കും പേടിക്കേണ്ടതാണ്. അതുകൊണ്ട് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ് അങ്ങനെ ടൈപ്പ് 2 കേസിലാണ് ഇങ്ങനത്തെ ഫ്ലക്ച്വേഷൻ, ഇങ്ങനെ ചെറിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ വരുവാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് സാധ്യതയില്ല. അഥവാ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ എന്താ കാരണം എന്നാണോ? എന്താ കാരണം? ഈ പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ധാരണ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. അതുപോലെ ഇൻസുലിൻ്റെ ഉപയോഗം ഇതാണ്, ഈ മസിൽസിലോട്ടും ലിവറിലോട്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അംശം ഇൻസുലിൻ മാറ്റി വെക്കാറുണ്ട്. പ്രധാനമായിട്ട് സെല്ലിലാണ് രക്തത്തിലെ ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മിടിയാണ് ഇൻസുലിൻ. എന്നാൽ ഈ തങ്കച്ചന് വന്നിരിക്കുന്ന പ്രമേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ്, പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി അല്ലേ. അതുപോലെ പെട്ടെന്ന് കൂടുക. നമ്മളിതിൻ്റെ അകത്ത് ഈ സെല്ലിലേക്ക് ആവശ്യം, സെല്ലിൽ നിന്നാണ് നമുക്ക് എനർജി ഉണ്ടാക്കുന്നത് മുഴുവൻ സെല്ലിൽ വെച്ചാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നത് മുഴുവനും ലിവറിനകത്താണ്. അതുപോലെ തന്നെ മസിൽസിൻ്റെ ആവത്ത് നമുക്ക് എഴുതാനും ജോലി ചെയ്യാനും വെട്ടാനും നടക്കാനും ഓടാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന മസിൽസാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്ന മസിൽസിൽ തന്നെയാണ്. നമ്മൾ ഈ നടക്കാനാണെങ്കിൽ മസിൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് നടക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു 2 വളരെ പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഈ നമുക്ക് എനർജി ഉണ്ടാക്കുന്ന മുഴുവനും അത് സെല്ലിലാണ്. അപ്പോൾ ഈ സെല്ലിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ലിവറിൻ്റെ അകത്താണ്. അപ്പോൾ ലിവറിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് താമസിച്ചെന്നിരിക്കും. ഇങ്ങനെ താമസിച്ച് കഴിയുമ്പോഴത്തേനും ലിവറിനകത്ത് വളരെയധികം സ്റ്റോർ ചെയ്യാനുണ്ട് ഗ്ലൈക്കോജനായിട്ട്. ഇതില്ലാതെ വരുമ്പോഴത്തേനും രക്തത്തിൽ ഭയങ്കരമായിട്ട് സ്റ്റോർ കൂടും. അതോടൊപ്പം തന്നെ മസിൽസിൽ അതുപോലെ ചിലപ്പം അങ്ങനെ ഇരുന്നിട്ട്
ലിവറിനകത്ത് പെട്ടെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അങ്ങനെ ലിവറിലോട്ട് പെട്ടെന്ന് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് രക്തത്തിലെ പൂർണ്ണമായിട്ടും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റിയെന്നിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ എടുത്തു കഴിയുമ്പോഴും ഈ 125 അല്ലെങ്കിൽ 90 ഒക്കെ കൂടുതൽ അത് വേണ്ടതിലും കൂടുതൽ ഷുഗർ മാറ്റപ്പെട്ടിരിക്കും. ഇതുപോലെ തന്നെ മസിൽസിനും ഇതുപോലെയുള്ള തകരാറുണ്ടാവും. മസിൽസിന് ഫൈബറിന് ഏതെങ്കിലും തരത്തിൽ തകരാറ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷന് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ, ചതവ് തട്ടിയിരിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മസിൽസിനകത്ത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അതേ സ്ഥാനത്ത് അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്ത് പറ്റും? രക്തത്തിൽ കണക്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. ടൈപ്പ് 1 ഒരു കേസ് ആവാനാണ്. ടൈപ്പ് 1 ആണോ എന്ന് എനിക്ക് വളരെ ഒരു സംശയമായിട്ട്. ഡോക്ടർക്ക് അതല്ലേ ഇപ്പൊ ഞാൻ എനിക്ക് അത് തന്നെ തോന്നുന്നു, ടൈപ്പ് 1 ആയിരിക്കും. അപ്പൊ തങ്കച്ചന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെ കണ്ട് ടൈപ്പ് 1 ആണോ എന്ന് സ്ഥിരീകരിക്കുക. ടൈപ്പ് 1 ആണെങ്കിൽ എനിക്കൊന്ന് തക്കാലത്തേക്ക് ഇൻസുലിൻ തന്നെയാണ് നല്ലത്. പേടിയൊന്നും സാരമില്ല. ഇതിപ്പോൾ അങ്ങനെ വേദനയൊന്നും കാര്യമായിട്ട് ഇല്ലാത്ത പോലെയുള്ള ഇഞ്ചക്ഷനൊക്കെ ഒന്നുണ്ട്. ഏതൊക്കെയാലും ഉടൻ നമുക്ക് വ്യത്യാസം വരണമെങ്കിൽ ഇൻസുലിൻ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. അതിനുശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഋഷി എവിടെയെന്നാണ് വിളിക്കുന്നത്? താമരശ്ശേരി ആകുമ്പോൾ കോഴിക്കോട് അടുത്താണല്ലോ. അപ്പോൾ തങ്കച്ചന് കോഴിക്കോട് ഹോസ്പിറ്റലുണ്ട്. ഫോൺ വിളിച്ചാൽ മതി. അപ്പോൾ അവർ അതിൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടറെ കണ്ടുകൊള്ളുക, വേണ്ട രീതിയിലുള്ള നിർദ്ദേശം തരും. ഈ പ്രമേഹ രോഗികൾക്ക് ഗോതമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കുറയും എന്നൊരു തെറ്റായ ധാരണ ആൾക്കാരുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ ഋഷിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഋഷി ഹോസ്പിറ്റലിൽ വരുന്ന മുഴുവൻ രോഗികളോട് പറയാറുണ്ട്, ഗോതമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഋഷി ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ് ചെയ്യുന്നവരോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അന്ന് മുതൽ പോകുന്നിടം വരെ ഗോതമ്പ് കുടിക്കുകയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അവനവൻ്റെ സ്ഥലത്ത് അവനവൻ്റെ കാലാവസ്ഥ, ആ ക്ലൈമറ്റിൽ അവനവൻ്റെ ആ ആൾക്കാർക്ക്, ആ സ്ഥലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിരിക്കും. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ആവശ്യമുള്ളതുകൊണ്ട് ചക്കയൊക്കെ ഇവിടെ ഉണ്ടാകുന്നു, ചക്കയും കപ്പയൊക്കെ. അത് സ്ഥാനത്ത് ഗോതമ്പും കടല, സവോള ഇതൊന്നും കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ല. ഇത് മുഴുവനും ഭയങ്കരമായ ചൂടുള്ള സ്ഥലത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് തണുപ്പാണ്. ഗോതമ്പ്, സവോള, കടല, ടീ, ചായ ഇതെല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ നമ്മൾ ഗോതമ്പ് കഴിക്കേണ്ട കാര്യമില്ല. കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പോലും നല്ല ചിട്ടയോടുകൂടിയാണ് ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ തങ്കച്ചനെ പോലെയുള്ള ഒരുപടി ആൾക്കാർ ഈ ഓട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഡോക്ടറിന് നമ്മുടെ കേരളത്തിൽ എവിടെയാണ് ഓട്സ് ഉണ്ടാക്കുന്നത്? ആ ധാന്യം എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല. ഇവരൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തുമാത്രം വിഷം ചേർക്കുന്നുണ്ടോ, പല ഫ്ലേവറിലായിട്ട് വരെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കഴിച്ചാൽ വളരെ നല്ലതാണെന്നൊരു ധാരണ ആൾക്കാർക്കുണ്ട്. കേരളത്തിലെ ആൾക്കാർ ഇത് കണ്ട് പരസ്യം കണ്ടും ഒക്കെ അവർ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. പല അസുഖങ്ങളും കേരളത്തിൽ നിന്ന് വിട്ടുമാറാത്തതിൻ്റെ കാരണം ഇതുപോലെയുള്ള ആഹാരമാണ്. കഴിയുന്നതും നമുക്ക് തങ്കച്ചനെ പോലെയുള്ളവരെ, എനിക്ക് താമരശ്ശേരി എന്ന് പറയുന്നത് എനിക്ക് ഏതാണ്ടെന്നറിയാം, ഞാൻ പോയിട്ടില്ലെങ്കിലും കോഴിക്കോട് നിന്ന് വയനാട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല കാർഷിക മേഖലയാണ്. അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തങ്കച്ച കഴിക്കാവോ എന്ന് ശ്രമിച്ച് നോക്കുക. ഇത് കാര്യങ്ങൾ വളരെ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഇപ്പോൾ കേരളത്തിലാണോ ഉള്ളവരെങ്കിൽ അവിടുത്തെ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാടൻ വിഭവങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ തങ്കച്ചനോട് ഞാനൊരു ഭക്ഷണക്രമം ഞാൻ പറയാം. ഉച്ചക്കത്തെ സമയം ഈ ഗോതമ്പോ അങ്ങനെയൊന്നും കഴിക്കേണ്ട കാര്യമില്ല. വയറ് നിറച്ച് മോരും തൈരും ഒക്കെ ഒഴിച്ച്, പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് വയറ് നിറച്ച് ആഹാരം കഴിക്കാം. സാമ്പാറും കഴിയുന്നതും പച്ചക്കറികൾ ഇത് ആണ്. ഈ പച്ചക്കറി ഈ ഉച്ചക്കത്തെ ചോറുണ്ണുന്ന കൂട്ടത്തിൽ ചക്കയോ കപ്പയോ എന്താണ് തങ്കച്ചന് വേണ്ടത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കുന്നത് അതെല്ലാം കഴിക്കാം. ഒരു കാര്യം ഒഴിച്ച് ഇത് ധാന്യ ആഹാരത്തിലൂടെ പഴം ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക. പിന്നെ വൈകിട്ടത്തെ ആഹാരം, ഈ ഉച്ചക്കത്തെ ആഹാരം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുന്ന കഴിക്കുന്നതാണ് നല്ലത്. വൈകിട്ട്
ഈ 9 മണിക്കും 10 മണിക്കും ആഹാരം കഴിച്ച് ഉടനെ കിടക്കുന്ന ആ പ്രവണത ഒന്ന് മാറ്റിയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം, സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രം ആഹാരം കഴിക്കുക. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ആഹാരം കഴിക്കാതിരിക്കുക. നമുക്ക് ഈ മണ്ണെണ്ണ വിളക്കും തിരിയും അതുപോലെ ഇലക്ട്രിസിറ്റിക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പകലൊക്കെ ഈ രാത്രിയിലും രാത്രി പകലാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇതിനു മുൻപ് 6 മണിക്ക് മുമ്പ് സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം പാകം ചെയ്തു കഴിച്ചു. അത് കഴിഞ്ഞ് നല്ലപോലെ അന്നത്തെ കാര്യങ്ങളെപ്പറ്റി വീട്ടിൽ മക്കളും ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുക. വളരെ സ്നേഹമായിട്ട് പല കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ ശാസിക്കുക, സ്നേഹമായിട്ട് ശാസിക്കുക. അവർ പ്രാർത്ഥന ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല സന്താനങ്ങൾ ഉൽപ്പാദനം നടക്കുക. ഇങ്ങനെയുള്ള വളരെ സ്നേഹമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സന്ധ്യ കഴിഞ്ഞ് ചെയ്യാനുള്ളത്. അതിന് പകരം ഈ വിളക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പകൽ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മുഴുവൻ പ്രധാനപ്പെട്ട ഭക്ഷണം രാത്രിയാക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു അസുഖവും സാധ്യതയാണ് കാണിക്കുന്നത്. അത് തന്നെയല്ല, സന്ധ്യ കഴിഞ്ഞ് ആഹാരം കഴിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും വയറ് നോക്കിയാൽ അറിയാം ആ ആൾ എത്ര മണിക്കാണ് ആഹാരം കഴിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഏറ്റവും കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഞാൻ പോയി മനസ്സിലാക്കിയിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ത്യയിലുള്ള ഭാഗങ്ങളിൽ മാത്രമല്ല മിക്കവാറും ഈ അടുത്തുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിക്കുകയും പഠിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. ചൈനയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാമെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്കാണ് നമ്മുടെ തൊട്ടയൽ രാജ്യമായ ചൈനയിൽ ഉള്ളത്. പ്രായം ചെന്നവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒന്നും ഞങ്ങൾ കണക്കെടുത്തിട്ട് വയറുള്ളവർ വളരെ ചുരുക്കമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ത്യയിലോ ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ ചെറുപ്പക്കാർക്ക് പോലും വയറാണ്. എന്താ കാര്യം? ചൈനയിൽ 5:30 മണി കഴിയുമ്പോഴത്തേനും ഹോട്ടൽ അടച്ചിരിക്കും. വല്ല 5 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള വളരെ അപൂർവമായിട്ടുള്ള ഹോട്ടലുകൾ മാത്രമേ, ബാർ ഹോട്ടലോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വരുന്ന ഹോട്ടലോ അങ്ങനെ മാത്രമുള്ള 8 മണിയാകേണ്ട സമയം വെച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. നമ്മുടെ ഇവിടെ എപ്പോഴാണ്? ഏത് വീട്ടിൽ ചോദിച്ചാലും 9:30 ഭക്ഷണം കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവനവനോട് ചോദിച്ചോ, ഞാൻ എപ്പോഴാണ് ആഹാരം കഴിക്കുന്നത്, ഇന്നലെ വൈകിട്ട് എപ്പോഴാണ് ആഹാരം കഴിച്ചത്? 10 മണി അല്ലെങ്കിൽ 11 മണി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ആഹാരം തന്നെയാണ് ഏതൊരു അസുഖത്തിനും റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന പറയുന്നത് മുഴുവൻ ഇതാണ്. അബ്ഡോമിലാണ്, വൻകുടലാണ്, ആമാശയമാണ്, വൻകുടലാണ്, ചെറുകുടലാണ്, ഡിയോഡിനുമാണ്. അവിടുന്നാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ കാരണം ഇതാണ്. സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രമേ അത് ആസിഡും ജ്യൂസുകളും പവർഫുള്ളായിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. അത് ആ സമയത്ത് ദഹിച്ചുണ്ടാകുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്ലെ സ്റ്റാർച്ച് അല്ലെ പ്രോട്ടീൻ ഇതിൽ നിന്ന് ആണ് വേണ്ടത്ര അത്രയും സെല്ലുകളിൽ വെച്ച് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതതുകൊണ്ട് തങ്കച്ചൻ ഇങ്ങനെ ലെറ്റർ അയച്ച് ഇമെയിൽ ചെയ്തു, ഞങ്ങൾ കിട്ടി, ഞങ്ങൾ തങ്കച്ചൻ്റെ പേര് പറഞ്ഞാലും ശരി, ഈ രാത്രി കഴിക്കുന്ന ആഹാരം ആ പ്രവണത മാറ്റിയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് 5:45 6 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുന്ന പ്രവണതയിലോട്ട് ഉണ്ടാകട്ടെ. അതല്ലാതെ കഴിക്കുന്ന ആഹാരം ശരീരം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ശരീരത്തിനിപ്പം നമ്മളിപ്പോൾ ഈ ടേബിളിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിരിക്കും, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം. ഉള്ളിൽ ചെന്ന സാധനം നമുക്ക് കളയാൻ പറ്റില്ല, എടുത്ത് കളയാൻ പറ്റില്ല, ഇല്ലേ? അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉള്ള ശരീരത്തിന് പറ്റുന്നത് അതങ്ങോട്ട് മാറ്റി വെക്കുക. എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയില്ല, അത് അപകടമാണ്. അതുകൊണ്ട് ഇവനെ എടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെക്കുന്നത് എവിടെയാണ്? വേസ്റ്റ് ലാൻഡിലാണ് നമ്മൾ മാറ്റി വെക്കുന്നത്, ഇല്ലേ? ആ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് വയറാണ് പ്രധാനമായിട്ടുള്ളത്. ഈ അതായി വയറ് ചാടുന്നത് ആവശ്യമില്ലാതെ പെടലി, പിന്നെ വേസ്റ്റ് ലാൻഡ് ഇവിടെ വെക്കാനുള്ള സ്ഥലമാണ്. ഈ കവിളെല്ലാം കൂടെ ചാടി ഇങ്ങനെ ഇരിക്കും തണ്ട്. ഇങ്ങനെ സ്ത്രീകൾക്കാണേലും ഈ വയറും സൈഡും എല്ലാം കൂടെ ഇങ്ങനെ ചാടി അവരുടെ ഭംഗിയും എല്ലാം പോയി. എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ കൂടെ ഗുളിക അന്വേഷിച്ച് നടക്കുക, തൈലം അതിനുള്ള തടി കുറയ്ക്കാൻ, വെയിറ്റ് കുറയാനുള്ള ഒബിസിറ്റിക്ക് എന്താ മാർഗം എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക. ഇത് ഭയങ്കരമായി ഈ ഉള്ള പണം ഉണ്ടാക്കുന്നത് മുഴുവനും ഇതിന് വേണ്ടിയിട്ട് മുടക്കേണ്ട കാര്യമില്ല. ഇതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ട് നമ്മൾ വളരെ മോശമായ സ്ഥിതിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വയറ് കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ ഉള്ള മാർഗം സന്ധ്യ കഴിഞ്ഞ് ആഹാരം വേണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വയറ് അത് അമിതമായ ഫാറ്റ്, അമിതമായ വയറൊക്കെ കുറയ്ക്കാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെങ്കിലാണ് അത് കുറഞ്ഞു വരികയൊക്കെ ചെയ്യും. അതിനുള്ള ഹോസ്പിറ്റൽ തന്നെ ഇപ്പോഴുണ്ട്. എന്തിനാ ഇത് വെറുതെ ആവശ്യമില്ലാതെ
നിങ്ങൾ ആവശ്യമില്ലാതെ പണം മുടക്കി ആവശ്യമില്ലാത്ത എല്ലാം കൂടെ കഴിച്ചു, എന്നിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് കഴിച്ചു, എന്നിട്ട് നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി അത് വയറ് സാമ്പത്തികമുള്ളവർ ചെയ്യും. അല്ലാത്തവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതുമായിട്ട് നടക്കുക, രോഗമായിട്ട് ആശുപത്രിയിൽ പ്രാപിക്കേണ്ട സ്ഥിതി വരും. ഡോക്ടർ, എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത് ഈ പുളിച്ച് തേട്ടൽ അങ്ങനെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുടെ പൊതുവേ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് മോര് തൈര് ഒക്കെ കഴിക്കണ്ടെന്ന് പറയാറുണ്ട്. അതിനോട് ഡോക്ടർ യോജിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. അതിന് ഞാൻ എതിരും കൂടെ പറയാറ്. കാരണം വയറ് പുളിച്ച് തേട്ടുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ട തൈര് മോരല്ല വേണ്ടത്, പാല് വേണ്ടെന്ന് വെച്ചത്. ചായ, കാപ്പി, പാല് ഇതൊന്നും പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെച്ച് നോക്കിക്കേ നിങ്ങൾ. തങ്കച്ചന് ഈ പ്രശ്നമുണ്ട് അല്ലേ? തങ്കച്ചനോട് പറയാനുള്ളതാണ്. തങ്കച്ചൻ്റെ വീട്ടുകാരല്ലേ ഇതാരാണോ കേൾക്കുന്നത്, അല്ലാത്തവർ ഇത് കേൾക്കുന്നവരുണ്ടല്ലോ. ചെയ്യേണ്ടത് ഇതാണ്, പാല് പൂർണ്ണമായിട്ട് 100% ചായയിലെ കാപ്പിയിലെ പായലും ഇല്ല. കാരണം എന്നാണ്, ആമാശയത്തിൽ തൈര്, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയാണോ അല്ലേ, ഡോക്ടർക്ക് അറിയാമല്ലോ, നമ്മൾ പാല് കുടിച്ചാൽ ഉടനെ അത് തൈരാക്കണം. തൈരാക്കിയെങ്കിൽ മാത്രമേ ശരീരത്തിന് ആമാശയത്തിൽ തന്നെ മിക്സിങ് നടക്കുള്ളൂ, പെപ്സിനുമായിട്ടുള്ള മിക്സിങ് നടക്കുള്ളൂ. അപ്പം 2.5 വയസ്സ് കഴിഞ്ഞാൽ ഈ തൈരാക്കാനുള്ള ഒരു ഘടകം ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. 2.5 വയസ്സ് വരെ അത് ഈ തൈരാക്കാനായിട്ട് ഉള്ള പ്രൊഡക്ഷൻ, അതിനുള്ള അത് റെനിൻ എന്ന് പറയുന്ന പേരിലാണ് ജ്യൂസ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ റെനിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുടിക്കുന്ന പാല് തൈരാക്കുള്ളൂ. ഈ തൈര് ആക്കാനുള്ള ഈ റെനിൻ ഉൽപ്പാദനം 2.5 വയസ്സും കൊണ്ട് തീർന്നു. ഒരു 5 വയസ്സുകാരന് 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അത് ഒട്ടും കാണിയില്ല. 10-20 വയസ്സ് ഉള്ള ആൾക്കാർക്ക് അത് കഴിക്കുന്ന അത്രയും പാലും ഓരോ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പല പ്രാവശ്യമായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോ തരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഡോക്ടറെ ഞാൻ പറയാം. കൊച്ചു കുട്ടികൾ അമ്മ പാല് കൊടുക്കും അല്ലേ, 6 മാസം പ്രായമുള്ള അല്ലേ, അങ്ങനെയൊക്കെയുള്ള 3 മാസം പ്രായമുള്ള കൊച്ചുങ്ങൾക്ക് അമ്മ മുലപ്പാൽ കൊടുത്തിട്ട് എന്നാ ചെയ്യും, അതിൻ്റെ വായു പോകാനാണ് എന്ന് പറഞ്ഞാൽ തോളൊക്കെ എടുത്തിട്ട് പതുക്കെ ഒന്ന് തട്ടി കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഈ കേൾക്കുന്നവരെല്ലാം കണ്ടിട്ടുണ്ട്, അത് കുറച്ച് ഛർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. ഈ ഛർദ്ദിക്കുന്നത് എന്താണ്? അത് പാലാണ് ഛർദ്ദിക്കുന്നത്? അല്ല, അത് തൈരാണ് ഛർദ്ദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കുടിച്ചത് പാലാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് പിന്നെ എന്തിനാണ് അത് തൈരാക്കിയത്? എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തൈരാക്കിയത്? അമ്മയുടെ പാല് കുടിച്ച സമയത്ത് അതേ സമയത്ത് തന്നെ തലച്ചോറിൻ്റെ നിർദ്ദേശപ്രകാരം ആമാശയത്തിൽ റെനിൻ എന്ന ഘടകം ഉടനെ അതിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചു. ധാരാളമായിട്ട് റെനിൻ എന്ന് പറയുന്ന ഘടകം ഉണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ ഉടനെ തന്നെ അത് തൈരാക്കി. അത് വെറും കട്ടയായിട്ട് ഇരിക്കുന്ന ഉള്ളൂ ചിലർ ധരിച്ചിരിക്കുന്നത്. അതിന് നല്ല പുളിയുള്ള നല്ല കട്ടത്തൈരാണ്. എന്നാൽ അതേ സ്ഥാനത്ത് അതിൻ്റെ മൂത്ത 7 വയസ്സുള്ള കൊച്ചിന് ഇപ്പോഴത്തെ ബ്രസ്റ്റ് നിന്ന് മിൽക്ക് കൊടുത്തെന്നിരിക്കട്ടെ, ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താൽ ആ കൊച്ചിങ്ങനെ ഛർദ്ദിക്കുവാന്നിരിക്കട്ടെ, തനി പാലായിരിക്കും. ഇതുപോലെ കട്ടത്തൈര് ഛർദ്ദിക്കാൻ പറ്റിയല്ല. നമ്മളത് നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഈ പാല് കുടിക്കുക എന്നുള്ള പ്രവണത കഴിയുന്നതും ഒഴിവാക്കുക. ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ധാരാളമായിട്ട് പാലും മുട്ടയും കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എത്രയും വേഗം ഉടനെ തന്നെ സ്റ്റഡി ചെയ്തിട്ട് അത് മനസ്സിലാക്കി ഗവൺമെൻറ്റിനെ അറിയിക്കണം. അതിൻ്റെ അതോറിറ്റിയാണ് അത് അറിയിക്കേണ്ടത്. നോക്കാമെങ്കിൽ ഒരുപിടി അസുഖങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതാണ് പാല് കുടിക്കുന്നതിനെ പറ്റി പറയാനുള്ളത്. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പാലിൻ്റെ അംശം നമുക്ക് വേണ്ടേ? അത് വേണം. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ള ഡോക്ടർ റീനു, ഇത് ഏഷ്യയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഏഷ്യ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ, ചൈന, ഇന്ത്യ, സിലോൺ, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി യൂറോപ്പിൽ പാല് കുടിക്കാം. അവർക്ക് 2.5 വയസ്സ് മാത്രമല്ല റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 70 വയസ്സോ 80 വയസ്സായാലും അവർക്ക് റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ധാരാളം പാല് കുടിക്കാം. അവർക്ക് തൈരോ മോരോ വെണ്ണനെയ്യോ വേണമെന്നില്ല. ഇന്ത്യയുടെ ഏത് ചരിത്രത്തിൽ നോക്കിയാലും പുരാണങ്ങളിൽ, ബൈബിളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഖുറാനിൽ, അതല്ലെങ്കിൽ ഗീതയിൽ ഒക്കെ നോക്കിയാൽ നമുക്കറിയാവുന്ന കാര്യമാണ് പാല് കുടിക്കുന്ന ഒരു ചരിത്രവും ഇല്ല. രാജകൊട്ടാരങ്ങളിലൊക്കെ
പാൽ ചായ സൽക്കാരത്തിൻ്റെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, പുരാണങ്ങളിലൊന്നിലും പറഞ്ഞിട്ടില്ല. എന്നാൽ അതേ സ്ഥാനത്ത് പണ്ടത്തെ രാജകൊട്ടാരങ്ങളിലൊക്കെ യാത്രക്കാർക്കൊക്കെ സംഭാരവെള്ളം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ പ്രത്യേകിച്ചുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ വിദേശികൾ നമുക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ നമുക്കൊരു മനസ്സിലൊരു ധാരണയുണ്ടെങ്കിലും നമ്മളെ വേറൊരു തരത്തിലിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യമില്ലാത്ത കൾച്ചർ മുഴുവൻ, എനിക്കറിയാം ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ പാൽ കുടിക്കുന്നുണ്ട്. അതിന് പകരം ഇനി ചെയ്യേണ്ടത് ഈ പാലിന് പകരം നല്ല തൈരും മോരും ഉണ്ടാക്കി കൊടുക്കുക. കൊച്ചു കുട്ടികൾക്കൊക്കെ, കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം, അവർക്ക് ലസ്സി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല രുചിയോടുകൂടി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ പാൽ കുടിക്കുന്നതിൽ കൂടുതൽ അളവ് പിള്ളേർക്ക് ഇത് കുടിക്കും. ഈ ഐസ്ക്രീമിനൊക്കെ പകരം പിള്ളേർ ഇങ്ങോട്ട് മാറട്ടെ. അതുപോലെ ഉച്ചയ്ക്കൊക്കെ നല്ല മോരും തൈരും പുളിശ്ശേരിയൊക്കെ കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ അതിൽ ഒരു ഭാഗം ഇതാകട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ, അതുപോലെ മോരും തൈരും പുളിശ്ശേരിയും കഴിച്ചാൽ ഒരു കാരണവശാലും വയറ്റിൽ പുളിച്ചത് കൂട്ടുകയോ അൾസറോ ഒന്നും ഉണ്ടാകുകയില്ല. നമ്മൾ വയറ്റിൽ മാറാത്ത വ്രണം ഉള്ളവരുണ്ട്, അൾസർ, പെപ്റ്റിക് അൾസർ. ഇതിന് ചെയ്യുന്ന പല മരുന്നുകളും തൈരിനകത്തും മോരിനകത്തും ഇട്ട് വെച്ചിട്ട് അതാണ് 6 മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ 12 മണിക്കൂർ കഴിക്കാൻ പറയുന്നത് ആ തൈരിനകത്ത് ഇട്ട് വെച്ചിട്ടാണ്. അതേ സ്ഥാനത്ത് പലരും ഓരോ മരുന്നുകളും പാലിനകത്ത് കുടിക്കാൻ പറയുന്നുണ്ട്. അൾസർ പേഷ്യൻസിനോട്, പെപ്റ്റിക് അൾസറുള്ള അല്ലെങ്കിൽ വയറ്റിൽ കിടന്ന കത്തല എരിച്ചിലുള്ളവരോടൊക്കെ പറയുന്ന പുളി മോരോ തൈരൊന്നും കൂട്ടിയേക്കരുതെന്ന് പറയുന്നത്. അത് നേരെ വിരുദ്ധമാണ്. യാതൊരു കാരണവശാലും അത് പാൽ ഉപയോഗിക്കരുത്. അതിന് പകരം മോരും തൈരും ഉപയോഗിച്ച് നോക്കി. അപ്പം മുൻപ് പറഞ്ഞതുപോലെ മോരും തൈരും അല്ല ഉപയോഗിക്കാതെ ഇരിക്കേണ്ടത്, പാലാണ് തങ്കച്ചൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് കേട്ടോണം, നിർബന്ധമായിട്ട് പാല് അവോയ്ഡ് ചെയ്യുക. ഡോക്ടർ, ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ തങ്കച്ചൻ എന്ന പേഷ്യൻ്റെ മെയിലാണ് വായിച്ചത്. അപ്പോൾ ഉദരരോഗങ്ങളെക്കുറിച്ച്, പുളിച്ചേട്ടൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. പ്രേക്ഷകർക്കെല്ലാം വളരെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് സച്ചൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ NK സെബാസ്റ്റ്യന് ഈ വിലയേറിയ സമയം നമുക്കായിട്ട് ചെലവഴിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രഷറുടെ പ്രമേയത്തെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഞങ്ങളെ വീണ്ടും മെയിൽ ചെയ്ത് അയയ്ക്കുക. ഞങ്ങളുടെ മെയിൽ ID info@rishihospital.com. അതുപോലെ താഴെ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.